നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ പ്രദേശങ്ങൾ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു തരത്തിലുള്ള സ്പർദ്ധയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് CPIM കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ച് നല്ലൊരു മെച്ചപ്പെട്ട നില അവിടെ വളർത്തിയെടുക്കുകയാണ്, സാഹോദര്യം ഉണ്ടാക്കുകയാണ്. അതിനെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ പരിപാടിയാണ് അവിടെ കോൺഗ്രസ് ആലോചിച്ചത്. കോൺഗ്രസ് ആലോചിച്ചതിൻ്റെ മറ്റൊരു ഭാഗം, കാരണം അവർ ഈ കുഴപ്പമുണ്ടാക്കുക, ഒരു കോൺഗ്രസ് അങ്ങ് പിന്നോട്ട് മാറി മുസ്ലിം ലീഗിൻ്റെ കൈവശം ഏൽപ്പിച്ചു കൊടുക്കുക, അത് പിന്നെ ഒരു കലാപമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നത്. ഇതൊന്നും ഒരു പാർട്ടിയും ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ സംഘടിതമായി ചെയ്തു. ഞങ്ങൾ ഒരാളും അവിടെ ഇല്ല, എല്ലാവരും പിരിഞ്ഞു പോയി. പോലീസിന് നേരെ ആക്രമണമാണ്. പോലീസിന് നേരെ എന്തിനാണ് ആക്രമിച്ചത്? എന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ബോംബെറിയുക. ഈ ബോംബെറിഞ്ഞത് ഈ പോലീസിന് നേരെ ബോംബെറിഞ്ഞ ആദ്യത്തതല്ല. അതിന് മുമ്പ് പല സ്ഥലത്തും അവർ പോയി ഈ നാടൻ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടം പല സ്ഥലത്തും കാണാം. ഇങ്ങനെ അനാവശ്യമായി ഒരു 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 കലാപത്തിന് വേണ്ടിയിട്ടുള്ള നീക്കം കൊടുത്തുക, ഈ ജാളിത മറക്കാനുള്ള നടപടി സ്വീകരിക്കുക, എന്നിട്ട് വ്യാപകമായി ആളുകളെ വിളിച്ചു വരുത്തുക, മൊബൈലിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ അവിടെ എന്താ ഉണ്ടായത്? അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ കോൺഗ്രസ് നേതൃത്വം ഉപദേശിക്കണം. കോൺഗ്രസിൻ്റെ പക്വതയുള്ള നേതൃത്വം ഇത്തരത്തിലുള്ള എടുത്തുചാട്ടക്കാർ, അഹംഭാവം, ധിക്കാരം, താൻ പ്രമാണിത്വം, യുവത്വം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രസരിപ്പായിരിക്കണം. ധിക്കാരവും അഹന്തയും കാണിക്കാനുള്ളതല്ല യുവത്വം എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസ് അതാ കാണിച്ചത്, അവിടുത്തെ MP അതാ കാണിച്ചത്. അതിനോട് നാട് പ്രതികരിച്ചു. ആ നാടിൻ്റെ പ്രതിഷേധമാണ് അവിടെ കണ്ടത്. ആ പ്രതിഷേധമാണ് ഞാൻ പങ്കെടുത്ത പൊതുയോഗത്തിലുണ്ടായത്. ഇനി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ കോൺഗ്രസിൻ്റെ AICC നേതാവല്ലേ KC വേണുഗോപാലൻ, അദ്ദേഹം എന്താ അവിടെ പ്രസംഗിച്ചത്? നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ? 6 മാസം ഈ ഗവൺമെൻറ് കാലാവധി. അങ്ങ് ഡൽഹിയിൽ കുറേ കാലം ഇരിക്കാൻ പോവില്ലേ നേതാവ്? ഇപ്പം ബീഹാറിൽ തൊപ്പിയിട്ട് വരും. അതാ അവരെടുത്ത നിലപാട്. അവിടെ ഇതുവരെ ഈ BJP വിരുദ്ധ പാർട്ടികളെ യൂണിഫൈ ചെയ്ത് പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല. ഇവിടെ വന്ന് കലാപത്തിന് ആഹ്വാനം. ആ ബീഹാറിൽ BJP വിരുദ്ധ ശക്തികളെ ഒന്നിപ്പിക്കാനല്ല കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് BJP ഭരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കോൺഗ്രസിനെ കൊണ്ടല്ലേ. 70 സീറ്റാണ് ഡൽഹിയിൽ. 65 സീറ്റിലും ഡൽഹിയും നിയമസഭയിൽ കോൺഗ്രസ്സിന് കെട്ടിവെച്ച കാശില്ല. ഇവിടെ പോയേ? അവിടെ BJPയെ ജയിച്ചു, ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചു, അരവിന്ദ് കേജ്രിവാളിനെ തോൽപ്പിച്ചു. നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം അതല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാനിൽ BJP ഭരിക്കുന്നത്? എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിൽ വന്നത്? കോൺഗ്രസിൻ്റെ നിലപാടാണ് കാരണം. അവരുടെ അഹന്തയും ധിക്കാരവുമാണ്. കർണാടകത്തിൽ അവർ ജയിച്ചത് BJP വിരുദ്ധ വോട്ടുകൾ യൂണിഫൈ ചെയ്തു. ആർക്ക് BJPയെ തോൽപ്പിക്കാം? അവർക്ക് ജനത വോട്ട് ചെയ്തു. ആ രാഷ്ട്രീയമല്ല മനസ്സിലാക്കിയത്. ഞങ്ങളങ്ങ് വളർന്നുപോയി. ആ അഹന്തയിൽ നിന്നാണ് ഇന്ത്യയിലെ 4-5 സംസ്ഥാനങ്ങളിൽ BJP വിരുദ്ധ സഖ്യത്തെ, ഇന്ത്യ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോഴും സീറ്റിന് വേണ്ടി നടക്കുകയാണ്, സീറ്റിന് ബാർഗെയിനിങ് ചെയ്യുകയാണ്. മറ്റ് പാർട്ടികളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലം ഇന്നത്തെ നില നോക്കിയാൽ അവിടെ BJP തോൽപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ രാഷ്ട്രീയമാണോ അവിടെ ഇപ്പോൾ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെ പോലീസുകാരെ കാല് തല്ലിയൊടിക്കും, പ്രസംഗിക്കല്ലേ നേതാവ്? ഇവിടെ പോലീസുകാരെ പേരെഴുതിയെടുക്കും, ഇവൻ്റെ എല്ലാം തൊപ്പി തെറിപ്പിക്കൂ. 6 മാസം കൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കും. ഇതാര് വരും? BJPയോ? ആരെ വരുത്താനാണ് നിങ്ങളുടെ ശ്രമം? കോൺഗ്രസ് തപസ് ചെയ്താൽ ഇനി കോൺഗ്രസ് കേരളത്തിൽ തിരിച്ചു വരുമോ? കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരും. ഞങ്ങൾ അഹംഭാവമല്ല പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി ഒരു ഗവൺമെൻറ് ഭരണം നടത്തി. അതിൻ്റെ നേട്ടങ്ങൾ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ജനത, എല്ലാ പാർട്ടിയിലും പെട്ട സാധാരണക്കാർ, തൊഴിലാളികൾ, കൃഷിക്കാർ, ഇടത്തരക്കാർ, വ്യവസായികൾ, കച്ചവടക്കാർ, വ്യാപാരികൾ, അവരെല്ലാം ഈ ഗവൺമെൻറ് തന്നെ വരണം എന്നാഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിൽ നിന്ന് കേരളം വികസിക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് തന്നെ വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം സഹിക്കാൻ കഴിയുന്നില്ല. ആ മാറ്റം ഇല്ലാതാക്കാൻ എന്ത് വേണം? അതാണ് അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്
വളരെ ശാന്തമായി നിൽക്കുന്ന ഒരു വർഗീയ ചിന്തകളുമില്ലാത്ത കേരളത്തിൽ അത് ഇളക്കിവിടാനുള്ള കുൽസിത ശ്രമം, വ്യക്തിഹത്യ, അപവാദ പ്രചരണങ്ങൾ, മാധ്യമങ്ങളെ ഉപയോഗിക്കൽ, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത്. അത് ഈ നാട് തിരിച്ചറിയും, ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്.